ഇടയ്ക്ക് പിന്നെ എനിക്ക് ശ്വാസം മുട്ടലിൻ്റെ ഒരു ഇതൊക്കെ വന്നുകൊണ്ട് മാസ്ക് വെച്ച് പുക പറ്റില്ല. നല്ല വലിയ ചൂട് പഴംപൊരി കേട്ടോ, ഭയങ്കര ചൂട്. അപ്പം നമ്മൾ മലമ്പുഴ ഡാമിനോട് ചേർന്ന് വരുമ്പോൾ ഒന്നാം പുഴയുടെ അടുത്ത് തന്നെ അതൊരു കടയുണ്ട്, നല്ല പഴംപൊരിയും ചായയും കിട്ടുന്ന ഒരു കട. ഇത് ലിസിയമ്മയുടെ കടയാണ് കേട്ടോ. നമുക്ക് പോകാം. ഇതാണ് കേട്ടോ ലിസിയമ്മ. അമ്മ എന്തായി, ആയോ? ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ. എന്താ ഇന്നിവിടെ? പഴംപൊരി, പിന്നെ വാഴക്ക ബജ്ജി, ബജ്ജി, മുളക് ബജ്ജി. അമ്മ എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? കുറെ നാളായി? 2 വർഷം. 2 വർഷത്തോളായി അല്ലേ? 2 വർഷത്തിലേറെ. എങ്ങനെയുണ്ട് കച്ചവടം? കച്ചവടം കുറവാണല്ലേ? ഇതുവഴിയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്. ശനി ഞായറുമാണ് ഞങ്ങൾ വരുന്നത്. അപ്പം ഞായറാഴ്ചയാണ് ആൾക്കാർ കൂടുതൽ, ശനിയാഴ്ച കുറവാണല്ലേ? ഇവിടെ എന്ത് ബജ്ജി, പിന്നെ എന്താ ഉള്ളത്? അതന്നെ മുളക് ബജ്ജി, വാഴക്ക ബജ്ജി, പിന്നെ ഇപ്പൊ അവിടെ എന്ന് പറയുന്നത് ചെറുത്. പിന്നെ ചായ 4 മണിയാകുമ്പോ ആൾക്കാർ വരുമോ? പരിപ്പോടൊക്കെ ഉണ്ടാക്കും. അങ്ങാടിക്ക് പോയത് കൊണ്ട് പരിപ്പൊന്നും ആക്കാൻ പറ്റില്ല. അമ്മയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഒരാള്, അമ്മ മാത്രമേ ഉള്ളൂ? പിള്ളേരെ കല്യാണം കഴിച്ചു, ആളുണ്ട്, കല്യാണം കഴിച്ചു. പുള്ളി കഴിച്ചിട്ടിപ്പോ 1 വർഷമാണ്. ഓ, അപ്പൊ അമ്മ മാത്രമേ ഉള്ളൂ? അത് 2 പേരും കൂടിയാണ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ പുള്ളി മരിച്ചു, അമ്മ ഒറ്റയ്ക്ക് ചെയ്യുന്നു. അപ്പൊ അമ്മ എത്ര മണിക്ക് വരും രാവിലെ? ഞങ്ങള് 5 മണിക്ക് വെളുപ്പിനെ പാലക്കാട് പോകും സാധനങ്ങൾ എടുക്കാൻ. അമ്മ ഒറ്റയ്ക്ക് പോവോ? ഇല്ല, ഞങ്ങളൊക്കെ എല്ലാരും കൂടി വണ്ടി വിളിച്ചു. എണ്ണ തിളച്ചിട്ടില്ലെന്ന് തോന്നുന്നു. തിളച്ചപോലെ തോന്നുന്നു. എന്നിട്ട് സാധനം എടുത്ത് വന്ന് പിന്നെ ഇവിടെ തന്നെ പിന്നെ സാധനം എടുത്തോണ്ട് വീട്ടിൽ പോകും. പിന്നെ അവിടെ നിന്നാണ് വെള്ളവും സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. വണ്ടി വിളിച്ച് കൊണ്ടുവരും. ശനി ഞായറും ആയാൽ മാത്രമല്ലേ ഇവിടെ തിരക്കുള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പം പൊങ്കലല്ലേ വരുന്നത്. പൊങ്കൽ വരുമ്പോ 2-3 ദിവസത്തെ. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ കൂട്ടാണ് അമ്മ? അത് തന്നെ. അമ്മ വീട്ടിലുണ്ടാക്കി ശീലിച്ചിട്ടാണ് ഇവിടെ വന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയത്? ചായക്കട തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി. അവിടെയായിരുന്നു. അപ്പൊ പുള്ളി മരിച്ചതിന് ശേഷം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് പറ്റുന്നില്ല. ഒറ്റയ്ക്ക് എല്ലാം കൂടെ പറ്റാതെ പശുക്കളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ പറ്റാതെ വന്നപ്പോൾ അവിടുത്തെ നിർത്തി. പിന്നെ ഇവിടെ 2 ദിവസം മാത്രം. 2 ദിവസമേ ഉള്ളൂ ഇവിടെ? ശനി ഞായറും. ശനി ഞായർ മാത്രമേ ഉള്ളൂ അല്ലേ? പിന്നെ ഞങ്ങൾ തൊഴിലുറപ്പിനൊക്കെ പോകില്ലേ? ശനി ഞായർ തന്നെ ആണെങ്കിൽ കച്ചവടം കിട്ടുമോ? എന്നാലും ഇല്ലായിരിക്കില്ല, കച്ചവടം കിട്ടും. ആൾക്കാരെ. അപ്പൊ അമ്മ രാവിലെ മുതൽ ഇത് ഉണ്ടാക്കി വെക്കുവോ? അത് അവര് വരുമ്പോ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കും? ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ കുറച്ചൊക്കെ പോകുമല്ലോ. പിന്നെ വൈകുന്നേരം ചൂടോടെ വേണം വരുന്നവർക്ക്. അതെ അതെ അതെ. അല്ലെങ്കിൽ പരിപ്പ് വട ആയിരിക്കും ആദ്യം ഉണ്ടാക്കുക. ഞാൻ അവിടെ നാട്ടിൽ കൊണ്ട് വരുന്നു, അങ്ങാടിക്ക് പോകുന്നതുകൊണ്ട് പരിപ്പൊന്നും ആക്കിയില്ല. അമ്മ ഇത്രയ്ക്ക് ഒരു ക്വാണ്ടിറ്റി ഉണ്ടാക്കുള്ളൂ അല്ലേ? ഈ ഒരു ക്വാണ്ടിറ്റി തീരും? ഇത് മൊത്തം കഴിയും. പിന്നെ രണ്ടാമത് വീണ്ടും. പിന്നെ ചായ ഒക്കെ എടുക്കുന്നു. അപ്പൊ അമ്മ ഒറ്റയ്ക്ക് എങ്ങനെ ഇത് മാനേജ് ചെയ്യും? ഒറ്റയ്ക്ക് തന്നെയാണ്. അപ്പൊ കുറച്ച് ആള് കൂടി വന്ന് അങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ചായ എടുക്കും. ഞായറാഴ്ച ദിവസം ഒരാൾ വരുവായിരുന്നു. ഇപ്പൊ ആ പുള്ളിക്ക് ഒരു ജോലി കിട്ടിയാ പോയി. നമ്മുടെ അടുത്തുള്ള സഹായത്തിനൊന്നും അങ്ങനെ. ഈ കാറ്റുള്ളത് കാരണമായിരിക്കും അല്ലേ? കാറ്റുള്ളതുകൊണ്ടാണ്. തീ അടുപ്പിലെങ്ങനെ നിൽക്കുന്നില്ലേ? നല്ല വലിയ പഴംപൊരി. എത്രയാണ് ഇവിടെ റേറ്റ് ഒക്കെ? എല്ലാം 10. ചായയും കടിയൊക്കെ 10. ഇതെന്താ ഒന്നാം പുഴ അല്ലേ? ഇനി അങ്ങോട്ട് എന്താ ഉള്ളത്? അങ്ങോട്ട് പോയാൽ 2 പുഴയുണ്ട്. പിന്നെ അങ്ങേയറ്റത്താണ് ഒരു 8 കിലോമീറ്റർ കൂടെ പോകണം, വലിയൊരു പുഴയുണ്ട്. അവിടെ നിന്ന് ഡാമിന്റെ എല്ലാ സ്ഥലവും കാണുമൊക്കെ. വരുന്ന വണ്ടികളൊക്കെ അങ്ങോട്ട് തന്നെ പോകുന്നു. ആണല്ലേ? ഇവിടെ ആനയൊക്കെ ഇറങ്ങാറുണ്ടോ? ആനയൊക്കെ ഇറങ്ങാറുണ്ടോ? ആന നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല, പോകുന്ന വഴിക്കുണ്ട്. അങ്ങോട്ടേക്കുണ്ട് അല്ലേ? ഇവിടെ ഇപ്പം അരിയും പുലിയില്ല. ഓ, അതൊക്കെ ഉണ്ട്. ഈയിടെ ആയിട്ടാണ് പുലിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഇല്ല. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെ കിടക്കും? നമ്മുടെ വീടിന്റെ അങ്ങോട്ടൊന്നും വരില്ല. ഇടയ്ക്ക് പിന്നെ എനിക്ക് ശ്വാസം മുട്ടലിന്റെ ഒരു ഇതൊക്കെ വന്നുകൊണ്ട് മാസ്ക് വെച്ച് പുക പറ്റില്ല. അതുകൊണ്ടാണ്.
അങ്ങനെ ഞങ്ങൾ പഴംപൊരിക്ക് വേണ്ടി ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലായിരുന്നു കേട്ടോ. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ അതാ പഴംപൊരി കോരിയെടുത്തു. നല്ല കൊതിപ്പിക്കുന്ന മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ലതാ പൊരിഞ്ഞ പഴംപൊരി പാത്രത്തിലോട്ട് ലിസിയമ്മ കോരിയിട്ടു കേട്ടോ. നല്ല വലിയ ചൂട് പഴംപൊരി കേട്ടോ, ഭയങ്കര ചൂട്. നമുക്ക് ചായയും കൂടി പറയാം അല്ലേ? ചായ വേണോ? 2 ചായയും കൂടി തോന്നി നിറച്ചിട്ട്. ഇതെന്തെടുപ്പാ? അതന്നെ ഇപ്പം ഡ്രമ്മിനകത്ത് മണ്ണ് നിറച്ച് ഓടാണ്. മണ്ണ് നിറച്ചിട്ട് അത് മണ്ണ് നിറയ്ക്കും. മണ്ണ് നിറച്ചിട്ടാണ് ഇങ്ങനെ 3 ഓട് വേണം. നമ്മുടെ ട്രമ്മില്ലേ? ട്രമ്മിനകത്ത് ട്രമ്മിനകത്ത് മണ്ണ് നിറച്ച് അടുപ്പുണ്ടാക്കിയേക്കുന്നതാണിത്. മധുരം ഇടാറില്ല. പിന്നെ ഞങ്ങൾക്ക് നല്ല കടുപ്പത്തിൽ നല്ല സൂപ്പർ ഒരു ചായ ഇട്ട് വേണം കേട്ടോ. നല്ല പാലൊക്കെ ഒഴിച്ച് നല്ല അടിച്ചെടുത്ത് നല്ല അടിപൊളി ഒഴിച്ച്. നല്ല ചൂട് ചായ. ഒരു പഴംപൊരി ഉണ്ട്. നല്ല വലിയ ചൂട് പഴംപൊരി. ഇവിടെ വന്ന് ചൂടോടെ കഴിക്കാമല്ലേ അമ്മ? വൈകുന്നേരം വന്നാൽ ചൂടോടെ നല്ല പഴംപൊരി ബജികളൊക്കെ ഇവിടെ വന്ന് കഴിക്കാം കേട്ടോ. നമുക്ക് നല്ല പഴംപൊരിയും ചൂട് പഴംപൊരിയും ഇതാ ചായയും കിട്ടി. ഇത് 1-ാം പുഴയാണ് കേട്ടോ. അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് നമുക്ക് ചായ പിടിക്കാം. പഴംപൊരി സൂപ്പർ, നല്ല അടിപൊളി പഴംപൊരി. നല്ല ചായയൊക്കെ കുടിച്ച് നമുക്കിത് ഇവിടെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കാം കേട്ടോ. അപ്പം ഇത് അറിയാനൊന്നുമില്ല, 1-ാം പുഴയെന്ന് എഴുതിയത് ഈ 1-ാം പുഴയുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ അമ്മയുടെ കട. അമ്മ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്താ ശനി ഞായർ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഈ കട. അപ്പോൾ നമുക്കിത് ഇതൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ അടിപൊളി ചായയൊക്കെ കുടിച്ച് വൈകുന്നേരങ്ങളാണെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ. ഇപ്പം നല്ല വെയിലാണെങ്കിൽ നമ്മൾ ചൂടൊന്നും അറിയുന്നില്ല, നല്ല കാറ്റായതുകൊണ്ട്. അപ്പോൾ ഇതുവഴി പോകുന്നവരാണെങ്കിൽ ഇത് ഈ കടയിൽ കയറി എന്തായാലും ഇതുപോലെ പഴംപൊരിയും ചായയൊക്കെ കുടിക്കണം. അമ്മയ്ക്കൊരു സഹായമാവും. പക്ഷെ അടിപൊളി കേട്ടോ, രുചിക്ക് നല്ല അടിപൊളി രുചിയുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് ഇതുവഴി വരുന്നവരൊക്കെ എന്തായാലും ഈ കടയിൽ കയറി ഒന്ന് കഴിച്ചിട്ട് പോകണം കേട്ടോ. ഈ പുഴ നമ്മുടെ മലയിൽ നിന്ന് ഫുള്ള് വെള്ളം ഒഴുകി വരുന്നത് മൊത്തം ഇതുവഴി ഒഴുകിയിട്ടാണ് കേട്ടോ ഡാമിലോട്ട് പോകുന്നത്. അതാണ് 1-ാം പുഴ. ഇനി അങ്ങോട്ട് പോയാൽ പിന്നെയും പുഴകളുണ്ടെന്ന് കേട്ടോ ഇവർ പറയുന്നത്. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ട്. ഇത് ഫുള്ള് ഒഴുകിയിട്ട് ഡാമിലോട്ട് അത് കണ്ടോ, അതാണ് ഡാം. നേരെ അവിടെ പോയി ചേരും. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് 1-ാം പുഴയുടെ അടുത്തുള്ള കടയല്ലേ ലിസിയമ്മയുടെ കട. ലിസിയമ്മ എന്നാൽ ഞങ്ങൾ പോട്ടെ, അങ്ങോട്ട് തിരിഞ്ഞു. ഇതാണ് നമ്മുടെ ലിസിയമ്മയുടെ കട. ഈ 1-ാം പുഴ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പം നല്ല പഴംപൊരിയുടെ ചൂട് ബജ്ജിയും ചായയൊക്കെ കിട്ടുന്ന കടയാണ്. അപ്പോൾ വൈകുന്നേരം വന്നാൽ നല്ല അടിപൊളി ബജ്ജിയൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് പോവാം എന്തായാലും. അപ്പം ഇതുവഴി വരുന്നവരൊക്കെ ഈ കടകളൊക്കെ കയറിയിട്ട് പോകണം കേട്ടോ. അപ്പം ശരി അമ്മ, ഞങ്ങളെന്നാൽ പോക്കോട്ടെ? ശരി. അപ്പം നമുക്ക് പോവാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.